ഹലോ മുത്തുമണികളെ, ജാസ്തിയാണ്. അപ്പോൾ എനിക്ക് ഓട്ടോയും പിടിച്ച് എങ്ങോട്ടാ പോകണമെന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാവേ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഓട്ടോയിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലിനിക്കിൽ നിന്നാണ് എൻ്റെ ലേസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നഴ്സ് വന്നിട്ട് എനിക്ക് ഓൾറെഡി മരവിപ്പിക്കാനുള്ള ആ മരുന്ന് തേച്ച് തരികയാണ് കേട്ടോ, ഓൾമെൻറ്റ്. കാരണം അത് ഭയങ്കര പെയിൻഫുൾ ആണ് ലേസർ ട്രീറ്റ്മെൻറ്റ്. ദുബായിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര വേദനയാണ്. ഇവിടെ പിന്നെ ഈ മരവിക്കുന്ന ക്രീം ഇടുന്നതുകൊണ്ട് അത്ര പെയിൻ തോന്നാറില്ല, എന്നാലും ചെറുതായിട്ട് പെയിൻ തോന്നാറുണ്ട്. അപ്പോൾ അത് അവരിങ്ങനെ ഓരോ സെക്ഷനിലാക്കിയിട്ട് മാറ്റിയിട്ടാണ് ലേസർ സ്റ്റാർട്ട് ചെയ്യുക. ഇത് കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല പെയിൻഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഓരോ ട്രാൻസ്ജെൻഡേഴ്സും ഒരുപാട് വേദനകളിലൂടെയാണ് ഒരു സ്ത്രീയായി മാറുന്നത്. എന്നിട്ടും നിങ്ങൾ താഴത്ത് കമൻറ്റ് ഇങ്ങനെ കുണ്ടൻ, ചാന്തുപെട്ട് 9, കോൽക്കളി എന്നൊക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം അത് വേദനാജനകമാണുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇത് ജസ്റ്റ് ഒരു ഐസ് റോളറാണ്. ഇതുകൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഈ പുറകെ നിൽക്കുന്ന ആളെ മനസ്സിലായോ? കഴിഞ്ഞ കൊറ്റംകുളങ്ങര വിളക്കെടുപ്പിന് അത്യാവശ്യം ഫേമസ് ആയ വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ആളെ ഞാൻ അവിടുന്ന് കണ്ടു. ആളും ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നതായിരുന്നു. പേര് കാവ്യ എന്നാണ് കേട്ടോ. ലേസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഒന്നാമത് എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവാണ്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ലേസർ ട്രീറ്റ്മെൻറ്റ് അത്ര ചെറിയ കാര്യമല്ല എന്നുള്ളത്. വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല കുഞ്ഞൻ അയില കിട്ടിട്ടോ. അതും വറുത്ത് ചോറും കഴിച്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ എത്രയേ ഉള്ളൂ. ബൈ ഫ്രണ്ട്സ്.